ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സേഫ് ആയിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. അപ്പോൾ ഉണ്ണേട്ടൻ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ തുമ്പിമോളെടുത്ത് തൊട്ടിലേക്ക് കടത്തി. അത് കഴിഞ്ഞിട്ട് രാവിലെ അമ്മ ജോലിക്ക് പോകേണ്ടതുകൊണ്ട് രാവിലെ തന്നെ എണീക്കും. അപ്പോൾ ഓൾമോസ്റ്റ് ജോലികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ എന്നെക്കൊണ്ട് ആവണ പോലെ ഒന്ന് അടിച്ച് വരി തുടച്ച് ചെറുതായിട്ടൊന്ന് അമ്മേനെ അടുക്കളയിലൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്ത്. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ വീട്ടിൽ പുതിയൊരു അതിഥി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുറ്റത്തുനിന്ന് കിട്ടിയതാട്ടോ ആളെ. അപ്പോൾ ആൾക്ക് കൂടില്ലാത്തതുകൊണ്ട് ലവ് ബേർഡ്സിൻ്റെ കൂട്ടിലെടുത്തിട്ടേക്കാണ്. അപ്പോൾ ആ ഒരു കുടത്തിൻ്റെ ഉള്ളിലാണ് ആൾ കയറി കിടന്ന് ഉറങ്ങണത്. ഇപ്പോൾ എണീക്കാനായിട്ടുണ്ട്. അപ്പോൾ അവൾ എഴുന്നേൽക്കുമ്പോഴത്തേക്കും കുറുക്കുണ്ടാക്കി വെച്ചു. പിന്നെ അവളുടെ യൂസ് ചെയ്യുന്ന ബോട്ടിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് സ്റ്റെറിലൈസ് ചെയ്തു. അത് നന്നായിട്ട് തിളപ്പിക്കുന്നുണ്ട്. പിന്നെ രാവിലത്തേക്ക് നമുക്ക് ബ്രെഡ് ഓംലേറ്റ് ആയിരുന്നു, അതും ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ ആൾ എണീറ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ തുമ്പിമോൾ എണീറ്റ് വന്നിട്ടുണ്ട്. ഇന്ന് എന്താണെന്ന് അറിയില്ല, നല്ല മൂഡിലാണ് കേട്ടോ എണീറ്റിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയോ എന്നോട് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവൾക്കൊരു നിർബന്ധമുണ്ട്, രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മുടെ സാഷേനെ കാണണം. അപ്പോൾ ഞാൻ അവിടെ ആ കൂടിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് സാഷേനൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തു. ഇവർ തമ്മിൽ നല്ല സ്നേഹത്തിലാട്ടോ, കാണുന്ന പോലെ ഒന്നുമല്ല. ഭയങ്കര ഇവളെ അടുത്തുണ്ടെങ്കിൽ ഒന്നും ചെയ്യൊന്നുമില്ല, ഭയങ്കര കെയറിങ് ആണ്. അപ്പോൾ അത് കാണിച്ചു കൊടുത്തു. നെക്സ്റ്റ് ഒരു പ്രധാന പണി, അവളെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അവളെ ഒന്ന് കുറുക്ക് പിടിപ്പിക്കുക എന്നുള്ളത്. ഞാൻ പലതവണ ആലോചിച്ചിട്ടുണ്ട് ഇതിനും ഭേദം കൂലിപ്പണിക്ക് പോകണമായിരുന്നു. അത്രയ്ക്കും പാടാണ്. അവൾ വായി തുറക്കേയില്ല, അടച്ച് പിടിച്ച് വെച്ച് ഗഗ്ഗക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവില്ല, എന്ത് എടുത്താലും വാ തുറക്കൂല. എങ്ങനെയൊക്കെയോ തിരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ തലയിൽ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് എണ്ണ തേച്ചിട്ട് കളിക്കാൻ വേണ്ടി ഇരുത്തിയേക്കാം കേട്ടോ. പിന്നെ എൻ്റെ കുട്ടി നല്ല സുന്ദരിയായിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് കിടന്നുറങ്ങുക. ഈ ഒരു ഉറക്കം ഒരു 2-3 മണിക്കൂർ എന്തായാലും നീണ്ടു നിൽക്കും. രാവിലെ കുളി കഴിഞ്ഞിട്ട് ഉറങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെയാണ്, കുറേ നേരം കിടന്ന് ഉറങ്ങിക്കോളും. ഞാനിതിൻ്റെ ഇടയ്ക്ക് അവിടെ നിൽക്കുമ്പോൾ മഴവില്ല് കണ്ടു കേട്ടോ. അപ്പോൾ ഞാനിത് പുറത്ത് പോയി നോക്കുമ്പോൾ ഈ സംഭവം കാണാനില്ല, പക്ഷേ ഞാൻ അവിടെ കാല് വയ്ക്കുമ്പോൾ കാണാനുണ്ട്. അപ്പോൾ ഞാൻ കുറേ നേരം പട്ടമാരുടെ മാതിരി അങ്ങോട്ട് നോക്കി നിൽക്കണ്ടായിരുന്നു, പക്ഷെ കണ്ടില്ല. ഇപ്പോൾ സമയം 11:15 കേട്ടോ. അപ്പോൾ 8:30 കിടന്നുറങ്ങണതാണ് തുമ്പി. ഞാൻ കുറേ ടൈം അവളൊന്ന് വിളിച്ച് എഴുന്നേൽപ്പിക്കാനൊക്കെ നോക്കി, പക്ഷെ നടക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകാനുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് ദിവസമായിട്ട് ബാക്ക് പെയിൻ ഉണ്ട്. അപ്പോൾ അതൊന്ന് ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടിരിക്കുക. ഞാൻ എങ്ങനെയൊക്കെയോ വിളിച്ച് എഴുന്നേൽപ്പിച്ച് ഡ്രസ്സ് മാറ്റി കൊണ്ട് നിർത്തിയേക്കാണ് കേട്ടോ. അത്ര നല്ല മൂഡിലൊന്നുമല്ല, എന്നാലും ഇങ്ങനെ എടുത്തപ്പോൾ ഉറക്കം തൂങ്ങായിരുന്നു. പിന്നെ ആളങ്ങോട്ട് റെഡിയായി, ടാറ്റ പോകാമെന്ന് മനസ്സിലായപ്പോൾ ആൾ ചിരിക്കാനൊക്കെ തുടങ്ങി. അപ്പോൾ ഉണ്ണിയേട്ടൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് ഏട്ടൻ കൊണ്ടുപോകാൻ വേണ്ടി വന്ന കേട്ടോ. അപ്പോൾ അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പോൾ തുമ്മുള്ള സ്വഭാവമൊക്കെ മാറി. അപ്പോൾ എന്നെ വേണ്ട, അച്ഛൻ്റെ അടുത്തൊരു പ്രത്യേക സ്നേഹമാണ്. അപ്പോൾ അച്ഛൻ എടുക്കാണ്ട് ഒരു രക്ഷയില്ലാന്നായി കഴിഞ്ഞപ്പോൾ അച്ഛനൊന്ന് എടുത്ത് ഒന്ന് കൊഞ്ചിച്ച് പിന്നെ അങ്ങനെ പോവുക ചെയ്തത്. അപ്പോൾ നമ്മൾ ബൈക്കിലാണ് കേട്ടോ പോണത്. പിന്നെ നമ്മളങ്ങനെ ഹോസ്പിറ്റലിലെത്തി. അപ്പോൾ നമ്മൾ വിനായക ഹോസ്പിറ്റലാണ് കാണിക്കുന്നത്, സുൽത്താൻ ബത്തേരി. അപ്പം നല്ല തിരക്കുണ്ടായിരുന്നു, നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നാലും തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പം തുമ്പിമോള് കുറേ ഫാൻസ് ഉണ്ട് തുമ്പിമോൾക്ക് അവിടെ, നേഴ്സുമാർ. അപ്പം അവർ തുമ്പിനെ എടുത്തുകൊണ്ട് പോയി. അപ്പോൾ അവരുടെ അടുത്തായിരുന്നു കുറച്ച് നേരമൊക്കെ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഡോക്ടറെ കണ്ട് പുറത്തിറങ്ങി കഴിഞ്ഞപ്പം ഒന്ന് എക്സ്റേ എടുക്കണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ എക്സ്റേ എടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഡോക്ടറെ കണ്ട് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നുപോയി. അപ്പോഴത്തേക്ക് അമ്മ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ ജോലി കഴിഞ്ഞ് വന്നതാണ്. അപ്പോൾ അമ്മ ആയിട്ടുള്ള കളിയാണ്. അത് കഴിഞ്ഞിട്ട് അവൾക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, വോമിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ബാക്കി വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ കിടന്നുറങ്ങി. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.